നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും abcreationലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യും. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഇല്ലുസ്ട്രേറ്റർ ബീറ്റയിലെ കുറച്ച് അടിപൊളി ഫീച്ചേഴ്സാണ് ഗൈസ്. നമുക്കതെങ്ങനെയൊക്കെയാണ് ചെയ്യണമെന്ന് നോക്കാം. വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്ക് ഇല്ലുസ്ട്രേറ്റർ ബീറ്റയിലെ കുറച്ച് അടിപൊളി ഫീച്ചേഴ്സ് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ഇല്ലുസ്ട്രേറ്റർ ബീറ്റ ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ ഓൾറെഡി ഒരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് ആദ്യത്തെ ഫീച്ചർ നമുക്ക് വെക്റ്റർ ഇമേജസ് എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ നോക്കാം. നമുക്ക് ഈ റെക്റ്റാങ്കുലർ മാർക്ക് ടൂൾ എടുക്കാം. സെലക്ഷൻ പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ റെഡ് സ്പോർട്ട് ബൈക്ക് എന്ന് ടൈപ്പ് ചെയ്യണം. നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ജനറേറ്റ് ബീറ്റ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യാം. ഇത് ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് ടൈം പിടിക്കും ഗൈസ്. നമ്മൾ ബൈക്കോട് അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഫുള്ള് വെക്ടറാണ് ഗൈസ്. നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ട് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ എഡിറ്റ് ചെയ്യാനും പറ്റും ഗൈസ്. നമുക്കിത് മാത്രം സെലക്ട് ചെയ്ത് നമുക്ക് ഇതിൻ്റെ കളർ വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. നമുക്ക് അടുത്ത ഫീച്ചർ നോക്കാം. നമുക്കൊരു പുതിയ ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് പെൻസിൽ ടൂൾ എടുക്കാം. നമുക്കൊരു റഫ് ഷേപ്പിലൊരു ഷേപ്പ് വരച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു ഷേപ്പ് വരച്ചിട്ടുണ്ട്, പക്ഷേ ഇത് പെർഫെക്റ്റ് ആയിട്ട് കർവായിട്ടൊന്നും വന്നിട്ടില്ല ഗൈസ്. നമുക്കിതെങ്ങനെ യൂസ് ചെയ്തിട്ട് കർവാക്കാൻ നോക്കാം. നമുക്ക് സെലക്ട് ചെയ്യാം, ഓബ്ജക്റ്റ് എടുക്കാം, പാത്ത് എടുക്കാം. നമുക്കിവിടെ സ്മൂത്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യാം. നമുക്ക് ഈ സ്ലൈഡർ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ പെർഫെക്ഷനും മാറുന്നതൊക്കെ കാണാൻ സാധിക്കും. വളരെ സ്മൂത്തായിട്ടൊരു കർവ് അവിടെ നിങ്ങൾക്ക് ഇട്ടേക്കണം കാണാൻ സാധിക്കും. നമുക്ക് അടുത്ത ഫീച്ചർ നോക്കാം. നമുക്കിത് ഒരു മോക്കപ്പ് പോലെ ആക്കിയിട്ട് അതിൻ്റെ എങ്ങനെ പ്ലേസ് ചെയ്യാൻ നോക്കാം. നമുക്ക് ഈ ലോഗോ നമുക്ക് ഇവിടെ വെക്കാം. നമുക്ക് രണ്ടും സെലക്ട് ചെയ്യാം. ഓബ്ജക്റ്റ് എടുക്കാം. ഇവിടെ മോക്കപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. എല്ലാം ബീറ്റ വെർഷൻസിലാണ് വർക്ക് ചെയ്യുള്ളൂ ഗൈസ്. നമുക്ക് മേക്ക് എന്ന് പറഞ്ഞു കൊടുക്കാം. നമുക്കിവിടെ കുറേ മോക്കപ്സും ജനറേറ്റ് ചെയ്ത് കാണാൻ സാധിക്കും. നമുക്കിത് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ആ ഒരു മെഷ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇത് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഈ ഫോണ്ട് കണ്ടുപിടിക്കണം. നമ്മൾ ഓൾറെഡി മുമ്പത്തെ വെർഷനിലൊക്കെ ചെയ്ത് നമ്മൾ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അത് സ്കാൻ ചെയ്ത് ഏതെങ്കിലും ഫോൺ ഫൈൻഡറിലിട്ട് ചെയ്യേണ്ടി വേണ്ട. ഇനി അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഗൈസ്. നമുക്ക് സെലക്ട് ചെയ്യുക, ടൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ റീടൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇതെല്ലാം ബീറ്റ വെർഷൻസിലേ വർക്കാവുള്ളൂ ഗൈസ്. പുതിയ വെർഷൻസിൽ ഇത് വന്നിട്ടില്ല. ഞാൻ സെലക്ട് ചെയ്യാം. ഇത് തന്നെ നമുക്ക് കുറേ ഫോണ്ട് ഓപ്ഷൻസ് സിമിലറായി കാണാൻ സാധിക്കും. നമുക്ക് ഇതിൽ സെലക്ട് ചെയ്തിട്ട് ഇത് എഡിറ്റ് ചെയ്യാനും ഓപ്ഷനായി തന്നിട്ടുണ്ട് ഗൈസ്.